കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ മുഖങ്ങളെ കുറിച്ച് ആയിരുന്നു. വാടിയ മുഖം, വാടാത്ത മുഖം, സൗന്ദര്യമുള്ള മുഖം, സൗന്ദര്യമില്ലാത്ത മുഖം, മൂടുപട വിട്ട മുഖം, വിളറിയ മുഖം, കരഞ്ഞ മുഖം, ചുവന്ന മുഖം, അങ്ങനെ ഒരുപാട് മുഖങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്. സമയത്തിന്റെ പരിധികൾ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗം ഞാൻ തൽക്കാലം അവിടെ നിർത്തിക്കൊണ്ട് മറ്റൊരു വിഷയവുമായിട്ട് ഞാൻ കടന്നു വരികയാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. അനേക ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ചു കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ഇതിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിക്കുവാനായിട്ട് ദൈവം നമുക്ക് സാവകാശങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ് വായിക്കുന്നത്. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. പ്രിയമുള്ളവരെ, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം, യേശു തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാർ. പത്രോസ് ഒന്നുമില്ലായ്മയിൽ വല കഴുകിക്കൊണ്ട് നിരാശനും ദുഃഖിതനും വേദനയുള്ളവനും വളരെ ക്ലേശകരമായ അവസ്ഥയിൽ ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് യേശു അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒരു കൂട്ടം ആളുകൾ യേശുവിന്റെ വാക്കുകൾ കേട്ടും കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിച്ചും യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. ഒരിക്കൽ പത്രോസ് പിൻകാലങ്ങളിൽ പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: നിത്യജീവന്റെ മൊഴി നിന്റെ പക്കൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? അപ്പോൾ നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്. അപ്പോൾ യേശുവിന്റെ വാക്കുകൾ വളരെ സവിസ്തരമായിരുന്നു, കൃത്യതയോടുകൂടിയായിരുന്നു, ഹൃദയങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു. ആഴങ്ങളിലെ നൊമ്പരങ്ങളും വേദനകളിലും കരളിലെ നൊമ്പരങ്ങളെയും വേദനകളെയും തിരിച്ചറിയുവാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ യേശു അറിഞ്ഞിട്ടാണ് അവരോട് സംസാരിച്ചത്. പത്രോസിനോട് പറഞ്ഞു, ഈ പടകിൽ ഞാനൊന്ന് കയറട്ടെ. പത്രോസിന്റെ പടകിൽ കയറി അല്പസമയം സംസാരിച്ചു. അതിനുശേഷം ഇവിടെ വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ഒരു വലിയ കൂട്ടം മീൻ അവർക്ക് ലഭിക്കപ്പെട്ടു. പത്രോസിനോട് പറഞ്ഞു, ഇന്നു മുതൽ നീ എന്നെ അനുഗമിക്കുക, മനുഷ്യനെ പിടിക്കുന്നവരാക്കും. അങ്ങനെ കർത്താവ് തന്റെ യാത്രയിൽ ശിഷ്യനായിട്ട് പത്രോസിനെയും സബദി മക്കളെയും ചേർത്തു. അവർ യാത്ര ചെയ്ത് കടന്നു പോകുന്ന സമയമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പലയിടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, മലകളിലൂടെ, പട്ടണങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, ഭവനങ്ങളിലൊക്കെ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ വീട് ഇവിടെയാണ്, അമ്മയെ കണ്ടിട്ട് പോകാം. പനി പിടിച്ചു കിടക്കുകയാണ്. കിടക്കുന്ന ഒരു രോഗിയാണ് യേശുവിനോട് പറയുന്നത്, എൻ്റെ അമ്മ കിടപ്പിലാണ്. ഇന്ന് ധാരാളം ആളുകൾ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രായമായിരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ 70, 80, 90, 100 വർഷം വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. നമ്മളവർ വാർദ്ധക്യം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അവരുടെയൊക്കെ മനസ്സ് കൊച്ചു കുട്ടികളുടെ മനസ്സ് പോലെയാണെങ്കിലും ശരീരം വാർദ്ധക്യത്തിന്റെ നരയും ബാധിച്ച് ക്ഷീണവും പ്രയാസവുമായിട്ട് കിടക്കുന്നവരാണ്. അതിൽ പല പ്രിയപ്പെട്ടവരും രോഗികളായിട്ടുള്ളവരുണ്ട്, തളർന്നു കിടക്കുന്നവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്, കൈക്കും കാലിലും നീരുള്ളവരുണ്ട്, ശരിക്കും സുബോധം നഷ്ടപ്പെട്ടവരുണ്ട്, എടുത്ത ആഹാരം കഴിക്കാൻ കഴിയാത്തവരുണ്ട്, സ്വന്തം ആവശ്യത്തിനും ബാത്റൂമിൽ പോലും പോകുവാൻ മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. അനേക ആളുകളെ നമ്മുടെ മുൻപിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വളരെ ദയനീയവും വേദനകളും നൊമ്പരങ്ങളും അനുഭവങ്ങളുടെ അവസ്ഥയിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കിടപ്പ് രോഗികൾ എന്ന് പറയുന്നത്.
കൂടുതൽ കിടക്കും തോറും അവർ വളരെ വളരെ ക്ഷീണിതരായി. കൂടുതൽ കിടക്കും തോറും മനസ്സ് വളരെ മരവിച്ചുകൊണ്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവരെ വേണ്ടതായിരിക്കുന്ന പരിരക്ഷ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടതായിരിക്കുന്ന ആഹാരം, വെള്ളം ഒക്കെ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്ന മക്കളുണ്ട്. ആ കിടക്കുന്ന ആളുകൾ 4 തലമുറ 5 തലമുറ കണ്ടവരാണ് എന്നോർക്കണം. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ള 4-5 തലമുറകളെ കണ്ടുകൊണ്ട് കിടക്കുന്നവരാണ്. പ്രായത്തിന്റെ ആധിക്യം കൊണ്ടും നോക്കാൻ ആളില്ലാത്തത് കൊണ്ടും ഇന്ന് അനേക പ്രിയപ്പെട്ടവർ ആതുരാലയങ്ങളിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ കൊണ്ടേയാക്കിയിട്ട് മക്കൾ പോകുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ പത്രോസിന്റെ മയ്യമ്മ പനിയായിട്ട് കിടക്കുകയാണ്. കിടക്കുന്ന ഇനി ഒരുപാട് ആളുകളുണ്ട്, അവരിലേക്ക് പിന്നെ വരാം. ചെറുപ്പക്കാരുടെ കിടപ്പ്, മധ്യവയസ്കരുടെ കിടപ്പ്, അനേക ആളുകളുണ്ട്. അവരെ കുറിച്ച് നമുക്ക് പിന്നാലെ നമുക്ക് 2-3 എപ്പിസോഡുകളിലായിട്ട് ചിന്തിക്കാം എന്നാഗ്രഹിക്കുകയാണ്. ഇവിടെ പത്രോസിന്റെ മയ്യമ്മ പനിയായിട്ട് കിടക്കുകയാണ്. പല വിധത്തിലുള്ളതായിരിക്കുന്ന പനികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. വൈറസുകൾ, എഴുന്നേക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായ പനികളുണ്ട്, എഴുന്നേറ്റിരിക്കാൻ കഴിയുന്ന പനികളുണ്ട്. ഇവർ കിടപ്പ് രോഗിയാണ്. എന്നാൽ ആരോഗ്യമുണ്ടോ? ആരോഗ്യമുണ്ട്. സൗഖ്യമും ഉണ്ടോ? സൗഖ്യമുണ്ട്. പ്രത്യാശയുണ്ടോ? പ്രത്യാശയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് അതുവഴി കടന്നു പോകുമ്പോൾ യേശു കർത്താവിനോട് പത്രോസ് പറയുകയാണ്, എൻ്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടക്കുകയാണ്, ഒന്ന് സൗഖ്യത്തിനായി അവിടെ വരെ വരണമേ എന്ന്. അങ്ങനെ കടന്നു വരുന്നതായിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ ദയനീയവും വളരെ നൊമ്പരവും വളരെ പ്രയാസകരവുമായ ആ അവസ്ഥയിൽ യേശു ആ ഭവനത്തിൽ കടന്നു ചെന്ന ആ സ്ത്രീയെ നോക്കി, കുനിഞ്ഞു നോക്കി. അവൾ കിടക്കുന്ന അവസ്ഥ കണ്ടു. അവസ്ഥകളാണ്, ആ കിടപ്പിന്റെ അവസ്ഥയാണ്, രോഗിയുടെ അവസ്ഥയാണ്, തളർച്ചയുടെ അവസ്ഥയാണ്, മരവിക്കപ്പെട്ട അവസ്ഥയാണ്, നിരാശപ്പെട്ട അവസ്ഥയാണ്, കണ്ണുനീരിന്റെ അവസ്ഥയാണ്, കരളലിയിക്കുന്ന അവസ്ഥയാണ്. പല രീതിയിലുള്ള അവസ്ഥകളെ കണ്ടുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നവരാണ്. ചിലർക്ക് സഹതാപം, ചിലർക്ക് അവരോട് സ്നേഹം, കരുതൽ, ചിലർക്ക് വിദ്വേഷം, പക, പിണക്കം ഒക്കെ തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ യേശു കടന്നു വന്നിട്ട് അമ്മായിയമ്മ കിടക്കുന്ന അവസ്ഥ പറഞ്ഞപ്പോൾ അത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന, കരുതുന്ന, വാത്സല്യമുള്ള ഒരു മരുമകൻ അവിടെ വായിക്കുകയാണ്. അമ്മായിയമ്മയാണ്. സ്നേഹത്തോടുകൂടെ കരുതലോടുകൂടെ കടന്നു എന്നിട്ട് യേശു അവളെ സൂക്ഷിച്ചു നോക്കി. നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ജ്വരം വിട്ടുമാറട്ടെ. ക്ഷണത്തിൽ അവിടെ ജ്വരം വിട്ടുമാറി, അവിടെ പനി വിട്ടുമാറി. പിന്നെ അടുത്ത 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൾ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്തു എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 1 സൗഖ്യത്തിന് കാരണമായത് വിശ്വാസമാണ്. 2 പ്രത്യാശയാണ്. 3 സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് കാരണം വിശ്വാസം വേണം. വിടുതൽ പ്രാപിക്കണമെങ്കിൽ പ്രത്യാശ വേണം. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കും, നമ്മുടെ ശരീരത്തിൽ നടക്കും, വിടുതലുകൾ നടക്കും. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട, സൗഖ്യമാക്കുന്നവൻ അരികിലുണ്ട്. യേശു സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പത്രോസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് പത്രോസ് വിളിച്ചത്. ഇവിടെ വായിക്കുന്നത് രോഗികളുടെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ, നിത്യതമേൽ അധികാരമുള്ളവൻ, നിത്യതയോടുകൂടെ വസിക്കുവാനായിട്ട് ഓരോ വ്യക്തി ജീവിതങ്ങളെയും വിളിച്ച് വേർതിരിക്കുവാൻ കടന്നു വന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് ഭൂമിയിൽ താണിറങ്ങി വന്നവൻ, വീണ്ടും വരാമെന്ന് പറഞ്ഞ് വീണ്ടും പോയിരിക്കുന്നവൻ, വാസലമൊരുക്കി ഞാൻ നിങ്ങളെ വീണ്ടും ചേർക്കും. ആ വലിയ പ്രത്യാശ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഭൂമിയിൽ പ്രത്യാശയോടെ ജീവിക്കണം. മരണത്തെ അഭിമുഖീകരിച്ചാലും ജീവിക്കുവാനുള്ളതായി പ്രത്യാശ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ലഭിക്കപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ രോഗിയായിരിക്കാം, കിടക്കുന്നവരായിരിക്കാം, തളർന്നവരായിരിക്കാം, ആരുമില്ല എന്നുള്ള തോന്നലുകളായിരിക്കാം, എല്ലാവരും പലയിടങ്ങളിലായിട്ട് പോയിരിക്കുന്നവരായിരിക്കാം, ഒറ്റപ്പെട്ട കിടക്കുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ട, സമീപത്തൊരുവരുണ്ട്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളവിരച്ചുകൾ എങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എന്ന്
ദൈവത്തിന്റെ വചനം പറയുന്നത് കൊണ്ട് നമ്മൾ ഭയപ്പെടാതെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ വിടിവിക്കും, കിടക്ക മാറ്റിവിരിക്കും, സൗഖ്യമാക്കും, എഴുന്നേൽപ്പിക്കും. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കേൾക്കപ്പെടുന്ന വചനങ്ങൾ ഓരോ ഹൃദയങ്ങൾക്കും ആശ്വാസമായി തീരണം. പിതാക്കന്മാരെയും മാതാക്കളെയും കിടപ്പ് രോഗികളായി, നിൽപ്പ് രോഗി, ഇരിപ്പ് രോഗികളായിട്ട് അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. വാർദ്ധക്യത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ജ്വരത്തിൽ കിടക്കുന്നവരുണ്ട്, ക്യാൻസറായി കിടക്കുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്. അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ഭവനത്തിൽ നിരാശപ്പെട്ട് കിടക്കുകയാണ്. ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും ആശ്വാസം കൊണ്ട് നിറയ്ക്കണം. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർക്കുന്നു. പഠനത്തിനായി കടന്നുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിലായി പരീക്ഷ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്കായി നല്ല റിസൾട്ട് കിട്ടുവാൻ, പുതിയ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അവർക്ക് നല്ല അഡ്മിഷൻ കിട്ടുവാൻ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചു. നന്മകളും അനുഗ്രഹവും കൊണ്ട് നിറച്ചു മഹത്വപ്പെടുത്തു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി പകരട്ടെ.